ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തൂർ പോവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വർഷ ശ്രുതിയും കൂട്ടിക്കൊണ്ട് പല്ലെടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി പല്ലൊക്കെ പറിച്ച് കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് വീട്ടിൽ വരുന്നു. ഇതെന്താണ് വർഷേ കയ്യിൽ വലിയ പാക്കറ്റൊക്കെ? അത് രേവതി ചേച്ചി പല്ലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും തണുത്ത ഫുഡ് കഴിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കൊടുക്കും. അതിനുശേഷം ശ്രുതിക്ക് പല്ലുവേദന കാരണം സഹിക്കാൻ വയ്യ. പല്ലുവേദനയെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയതാണ്. പക്ഷേ വർഷ കൈയോടുകൂടി പിടിച്ചുകൊണ്ട് പോയി വലിയ കുഴപ്പമില്ലാത്തൊരു പല്ലം കളിപ്പിച്ചു. അതിനുശേഷം അടുക്കളയിൽ വന്നിരുന്ന് സച്ചിൻ രേവതിയും കൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്നാലും ഒരു സച്ചേട്ട അവൾക്ക് കുറച്ച് മുമ്പ് ഒരു കുഴപ്പമില്ല, ഇവിടെ വന്നിരുന്ന് തേങ്ങാമുറിയൊക്കെ കാന്തി തിന്നുകൊണ്ടിരുന്നേരി പെട്ടെന്ന് എന്താ അവൾക്കൊരു പല്ലുവേദനയെന്ന് പറയും. ഇത് അവർ വന്ന സമയത്ത് മലേഷ്യയിലെ അവൾ വീടെന്നൊക്കെ പറഞ്ഞത് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവൾ കാണിച്ചൊരു നമ്പരാണ്. വർഷയില്ലേ ആൾ കൈയോടുകൂടി അവൾ പല്ല് പറിച്ചുകൊണ്ടെങ്കിൽ വന്നെന്ന് പറയും. എന്തായാലും അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, നമുക്കത് അന്വേഷിക്കാൻ പറയും. ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. സച്ചേട്ടാ ഒരു കാര്യം ചെയ്യാം, ഫാമാൻറ്റി മുഖേനയല്ലയോ ശ്രുതിക്ക് ആലോചന വന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫാമാൻറ്റിയോട് സംസാരിക്കാം. മീരയല്ലേ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, മീരയെടുത്ത് നീയും സംസാരിക്കാൻ പറയും. എന്നോട് അവൾ എന്തെങ്കിലും സത്യം പറയുമോ? അവളൊരു കേടിയാണ്. എന്നാലും നീ ചുമ്മാ ചോദിച്ചു നോക്കുക അവളെക്കുറിച്ചൊക്കെ ഒന്ന്. മലേഷ്യയെക്കുറിച്ചും അവളുടെ വീട്ടിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പറയും. ശരി സച്ചേട്ടാ ഞാൻ അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ ബാമയെ കാണാൻ വേണ്ടി സച്ചി വീട്ടിലോട്ട് വരികയാണ്. എന്താ സച്ചി പതിവില്ല നീ ഇങ്ങോട്ട്? എന്തെങ്കിലും കാര്യമില്ല, നീ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. അത് ഞാനിപ്പോൾ വന്നാൽ നമ്മുടെ പാർലറിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനെന്ന് പറയും. ശ്രുതിയെക്കുറിച്ചോ? എന്ത് കാര്യം? അത് ബാമാൻ്റെ ആണല്ലോ ശ്രുതിക്ക് വേണ്ടി ശ്രുതിയെ വിവാഹം ആലോചിച്ചത്. ഞാനല്ല, നിൻ്റെ അമ്മയാണല്ലോ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ചത്. അതേ ബാമാൻ്റെ മുഖേനയാണല്ലോ. അതാണ്. അവളെ എങ്ങനെ ബാമാൻ്റിക്ക് പരിചയം? അത് അവളിവിടെ വീടുകളിൽ വന്ന് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുമായിരുന്നു, അങ്ങനെ പരിചയപ്പെട്ടതാണ്. ആ സമയത്താണ് അവളുടെ വീട്ടിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ മലേഷ്യയിലാണ് വീട്, പിന്നെ ഒറ്റ മോളാണ്, അമ്മ മരിച്ചുപോയി, അച്ഛൻ മലേഷ്യയിലെ വലിയ കൊടീശ്വരനാന്നൊക്കെ പറഞ്ഞത്. അതല്ലാതെ അവൾക്ക് എനിക്ക് വിശദമായിട്ടൊന്നും അവളെക്കുറിച്ച് അറിയത്തില്ല. എൻ്റെ പൊന്നു സച്ചി ഞാനിതുവരെ മലേഷ്യ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയും. അവൾ അച്ഛൻ്റെ ഫോട്ടോ എങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മയുടെ ഫോട്ടോ? ഇല്ല. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി, അച്ഛനോട്ട് അത്ര നല്ല സുഖത്തിലല്ലെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. അത് വിശദമായിട്ടൊന്നും അവളുടെ വേറെ അബൌട്ട്സ് ഒന്നും എനിക്കറിയത്തില്ല. അവൾ മലേഷ്യയിൽ ജനിച്ചു വളർന്നതെന്ന് മാത്രമേ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. പിന്നെ അതിൻ്റെ അമ്മയാണല്ലോ അവൾക്ക് പാർലർ തുടങ്ങാൻ കാശെല്ലാം അയച്ചു കൊടുത്തത്. പിന്നീട് അവളുടെ അച്ഛൻ അയച്ചു കൊടുത്ത കാശ് ഒന്ന് തിരിച്ചു കൊടുക്കുകയും ചെയ്തതെന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് മറ്റൊന്നും അവളെക്കുറിച്ച് അറിയത്തില്ല. ഇല്ല സച്ചി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറയും. ആ ശരിയെന്ന് പറയും. എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഏയ് ഒന്നുമില്ല, ഇതുവരെ അവളുടെ അച്ഛനെ നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, ഫോട്ടോ പോലും അവൾ കാണിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ചുമ്മാ ഒന്ന് അറിയാമെന്ന് കരുതി വന്നതാന്ന് പറയും. എനിക്കിവിടെ ട്രിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ വെറുതെ വന്നപ്പോൾ ഒന്ന് കയറിയതാണ്. ആ ശരിയെന്ന് പറയും. അതിനുശേഷം മീരയെ കാണാനായിട്ട് നമ്മുടെ രേവതി അങ്ങോട്ട് വരികയാണ്. എന്താ രേവതി? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചുമ്മാ മലേഷ്യയിൽ ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ സച്ചിയുടെ മലേഷ്യയിൽ നിന്നൊരു പാർട്ടി കൂട്ടിക്കൊണ്ട് വന്നായിരുന്നു, ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ഫുഡൊക്കെ കൊടുത്തത്. പക്ഷേ എന്ത് ചെയ്യാനാണ് മീര, ആ സമയത്ത് ഞങ്ങൾ ശ്രുതിയുടെ അച്ഛനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്ന് ഇരുന്നായിരുന്നു. അവർ മലേഷ്യയിലെ കൊലാലംപൂരിലാണ് താമസം. അപ്പം വർഷയുടെ അച്ഛൻ അല്ല സോറി മീര ശ്രുതിയുടെ അച്ഛൻ അവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പം ശ്രുതിയുടെ അച്ഛൻ എന്തായാലും ജയിലിലല്ലേ, അപ്പോൾ അവർ മുഖേന അവർക്ക് അറിയാവുന്ന കുറച്ച് പോലീസുകാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുവഴി ശ്രുതിയുടെ അച്ഛനെ പുറത്തിറക്കാമെന്നൊക്കെ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാനൊക്കെ ഇരുന്നിരുന്നു. ആ സമയത്താണ് ശ്രുതിക്ക് പെട്ടെന്ന് പല്ലുവേദനയായത്. അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ലെന്ന് പറയും. അയ്യോ, മീരയ്ക്ക് എവിടെ മലേഷ്യയിൽ അവൾ താമസിച്ചെന്നൊക്കെ അറിയാവോ? ഈ പറഞ്ഞ സ്ഥലത്താണ്, കൊല്ലാലംപൂരിലാണെന്നറിയാം. പിന്നെ അവൾ കൊച്ചിലേക്കുള്ള ഫ്രണ്ടാന്നല്ലേ പറഞ്ഞത്? അവളുടെ കോളേജ് മേറ്റായിരുന്നു. മുമ്പ് മീര അങ്ങനെയല്ലോ പറഞ്ഞത്. മുമ്പ് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? ചെറുപ്പം തൊട്ടേ അറിയാമെന്നാണല്ലോ പറഞ്ഞത്. ആന്നോ? എന്നാൽ അങ്ങനെയല്ല, അവളെൻ്റെ കോളേജ് മേറ്റാണ് അവിടെ വെച്ച്. പിന്നെ സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്കൊരു ശ്രുതി കൂട്ടുകാരി ഉണ്ടായിരുന്നു, അതായിരിക്കും ഞാൻ അന്ന് പറഞ്ഞത്. എൻ്റെ കോളേജ് മേറ്റാണ് ഇപ്പോഴത്തെ ശ്രുതി എന്ന് പറയും. മലേഷ്യയിലൊക്കെ പോയിട്ടുണ്ടോ മീര നോക്കി? ഞാനങ്ങനെ മലേഷ്യയിൽ പോകുന്നത്? അവൾ തന്നെ പോയിട്ടില്ല. എന്താ പറഞ്ഞത്? അല്ല, അവളിപ്പോൾ ഒത്തിരി നാളായാലും മലേഷ്യയിലോട്ടൊക്കെ പോയിട്ട്. ഇപ്പം ചന്ദ്രാൻ്റെ അവളോട് അങ്ങനെ ദേഷ്യമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഒരുപക്ഷെ ഞാനങ്ങ് മലേഷ്യയിലോട്ട് തിരിച്ചു പോകും. എന്തായാലും അതിനുള്ള അവസരമൊന്നും വന്നില്ല, അവളങ്ങ് കേസെല്ലാം ഒത്തീർപ്പാക്കിയല്ലോ എന്നൊക്കെ പറയും. എന്ത് കേസ്? അല്ല മറ്റേ നീലിമ കാശ് വാങ്ങിച്ചുകൊണ്ട് പോയ പ്രശ്നത്തിൻ്റെയൊക്കെ പേരിൽ. അങ്ങനെ. ശരി, എന്തു പറ്റി പതിവില്ലാതെ ഇപ്പം ശ്രുതിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ? ഒന്നുമില്ല, വെറുതെ അന്ന് അവർ വന്നപ്പം ശ്രുതിക്ക് പല്ലുവേദന ആയതുകൊണ്ട് ഒന്നും ശ്രുതിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മീരയിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമ്മളും ചെയ്യാം, ഒരു വീട്ടിൽ താമസിക്കുമല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ. എന്തായാലും നിന്ന നല്ല മനസ്സാ രേവതി എന്ന് പറയും. ശരി എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് പോവുകയാണ്. അതിനുശേഷം ശ്രുതിയെ വിളിച്ച് മീര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ രേവതി വന്നിരുന്നു പറയും. രേവതിയോ? അവളെന്തിനാണ് അങ്ങോട്ട് വന്നത്? എന്നാൽ അവൾ നല്ല മനസ്സാണ് കേട്ടോ. അവൾ നിൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. അവളെ എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാമെന്ന് പറയേ. നീ അവളെ പൂഴ്ത്തിക്കൊണ്ടിരിക്കാതെ അവളെന്തിനാ വന്നതെന്ന് പറയാം. അതോ നിൻ്റെ ഇല്ലാത്ത മലേഷ്യയിലെ അച്ഛനെ ജയിലിൽ നടക്കുന്ന കാര്യം പറയാൻ അവൾ വന്നതെന്ന് പറയും. എന്തൊരു കഷ്ടമായത്. 2 ദിവസം മുന്നേ
സച്ചി എവിടുന്ന് പോയി മലേഷ്യയിലുള്ള ആ 2 പേരെ ട്രിപ്പെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. എങ്ങനെയെങ്കിലും ഞാൻ അതിൻ്റെ പേരിലൊന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ. പിന്നെയും പിന്നെ ഇവർ ഈ മലേഷ്യ എന്ന് പറഞ്ഞ് നടന്നാൽ എന്തോ ചെയ്യും ഇത് എന്നൊക്കെ പറയും. എന്നാലും അത് സൂക്ഷിച്ചോ ശ്രുതി, സച്ചിയും രേവതിയും നിന്നെക്കുറിച്ച് നല്ലോണം അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. നീ എന്തെങ്കിലും കള്ളമൊക്കെ പറയുന്നതിന് മുമ്പ് നല്ലോണം ആലോചിച്ച് പ്രവർത്തിക്കാവുള്ളൂ എന്നൊക്കെ പറയും. അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ ശ്രുതി, നിനക്ക് പല്ലുവേദനയല്ലേ, നീ എന്തിനാ കിടന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മുമ്പ് ഒരു തവണ ഞാൻ പറഞ്ഞതല്ലേ ശ്രുതി, എന്നെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെക്കുറിച്ചും സച്ചിൻ രേവതി അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ അവൾ എന്തിനാ മീരയുടെ വീട്ടിൽ പോയി എൻ്റെ വേറെ ബോർഡ്സൊക്കെ അന്വേഷിക്കുന്നു നോക്കും. ആര്, രേവതി? അതെ, അവൾ അവിടെ ചെന്നിട്ട് എൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചെന്ന് പറയും. അത് നിൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യം വല്ലതും പറയാനായിരിക്കും. അതെന്തിനാ, അതിൻ്റെ ഒന്നും യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞു തരും, എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താനൊക്കെ എൻ്റെ ഇളയച്ചനുണ്ട്, ഞാനുണ്ട്, പിന്നെ അവരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ശ്രുതി ഒന്നൂടി പറഞ്ഞോണം അവിടുത്തെ മേലെ ഏതെങ്കിലും ഇടപെടലൊന്നും. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. പിന്നെ എന്തിനാ ശ്രുതി ഞാൻ വെറുതെ പാഴ്ശ്രമം ശ്രമിക്കുന്നതൊക്കെ ശ്രുതിയും കൈയൊഴിയാണ്. അതിനുശേഷം രേവതി രാവിലെ പൂ വിൽക്കാനായിട്ട് സ്കൂട്ടറിനകത്ത് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ഒരു കടയിൽ ഇറങ്ങി മാല കൊടുക്കണം. അങ്ങനെ മാല കൊടുക്കാനായിട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് രേവതിയുടെ വണ്ടിയുടെ ബാക്കിൽ വെച്ച് കെട്ടിയിരുന്ന പൂപ്പെട്ടി 2 പേര് ചേർന്ന് ഇളക്കിക്കൊണ്ട് പോവുകയാണ്. ഇത് കാണുന്ന രേവതി പെട്ടെന്ന് സ്കൂട്ടറിനകത്ത് അവരെ ഫോളോ ചെയ്യുകയാണ്. അവർ ചെന്ന് നിൽക്കുന്നത് ഹേമയുടെ വീട്ടിലാണ്. പക്ഷേ ഹേമയുടെ വീടാണെന്നുള്ള കാര്യം രേവതിക്ക് അറിയത്തില്ല. അങ്ങനെ അവിടുന്ന് ഒരു സെർവൻറ്റ് വന്ന് കഥ തുറക്കും. ഇതാരാ, വാ മോളെ എന്ന് അകത്തോട്ട് കയറ്റും. നിങ്ങളാരാ, ഇവിടെയുള്ള ആൾക്കാർ ഇതിനെ എൻ്റെ പൂപ്പെട്ടി എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ചോദിക്കും. പൂപ്പെട്ടിയോ? അതാ ഇവിടെ ഇരിക്കുന്ന ഈ പൂപ്പെട്ടി, ഇത് കൊണ്ട് പോകാമെന്ന് പറയും. മോൾ അകത്തോട്ട് വാ, ചായ കുടിക്കാൻ പറയും. എന്താ നിങ്ങളെന്തിനെ പരിചയമില്ലാത്ത എന്നെ ചായ കുടിക്കാനൊക്കെ വിളിക്കുന്നു പറയും. വാ മോളെ, എന്തായാലും നീ വീട്ടിൻ്റെ വാതിൽ വരെ വന്നിൽ കയറിയിട്ട് പോകാമെന്ന് പറയും. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഹേമ അങ്ങോട്ട് വരുന്നത്. ഹേമയെ കാണുന്നതും രേവതി ഇങ്ങനെ അന്വേഷിച്ച് നോക്കുവാണ്. അപ്പോൾ രേവതിക്ക് മനസ്സിലാവും പൂപ്പെട്ടി എടുത്തുകൊണ്ട് വന്നത് ഇവരുടെ ആൾക്കാരാണെന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അവർ ചായ എല്ലാം കൊണ്ടുപോകും, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട്. എനിക്കിതൊന്നും വേണ്ട, നിങ്ങളെൻ്റെ പൂപ്പെട്ടി തന്നാൽ മതി, ഞാനങ്ങ് തിരിച്ച് പോയിക്കൊള്ളാമെന്ന് പറയും. എന്താ രേവതി ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്തായാലും ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നില്ല, നീ ചായ കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ആര് വന്നാലും ഞാൻ നല്ല മാന്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമെന്ന് പറയും. നിങ്ങൾ എന്നെ മാന്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട, നിങ്ങളോട് എനിക്കൊരു സഹകരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്നോട് മുന്നേ ചെയ്ത് എന്തൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ കളരേവതി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നീ ചായ കുടിച്ച്, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ എൻ്റെ പൂപ്പെട്ടി എടുത്തത് എനിക്ക് ശീലമുണ്ടെന്ന് പറയും. നീ എന്തിനാ ഇങ്ങനെ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? നിൻ്റെ ബിസിനസ് ഒന്നും ഞാൻ പിടിച്ചു പറിച്ചിട്ടില്ലെന്ന് പറയും. എനിക്ക് മുകളിൽ ആരും വളരെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിൻ്റെ വർക്കൊന്നും ഞാൻ പിടിച്ചെടുക്കാൻ നോക്കിയില്ല. എൻ്റെ വർക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് വർക്ക് തന്നാൽ മതി, അല്ല നിൻ്റെ വർക്കൊന്നും പിടിച്ചെടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്ന് നമ്മുടെ ശ്രുതി, നമ്മുടെ മീര, നമ്മുടെ ഹേമ രേവതിയോട് പറയുകയാണ്. ആ സമയത്ത് രേവതി പറയും, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും എനിക്ക് എന്തെങ്കിലും വർക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ വർക്ക് നിങ്ങൾ ഓരോ പേരും പറഞ്ഞ് കള്ളക്കഥകളും പറഞ്ഞാൽ തട്ടിയെടുക്കും. ഇപ്പോൾ എൻ്റെ പൂപ്പെട്ടി നിങ്ങളുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് തപ്പിയെടുക്കും. നീ എന്തിനാ രേവതി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിനക്ക് എൻ്റെ കൂടെ നിന്നൂടായോ? എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിയിലുള്ള ബിസിനസ്സിൽ മുന്നേറ്റം നടത്തും. ഞാനും എന്തായാലും ഈ മണ്ഡപ ഡെക്കറേഷൻ്റെ വർക്ക് ചെയ്ത് ഇത്രയും വലിയ നിലയിലെത്തിയത്. നീ എൻ്റെ സഹായമായിട്ട് എൻ്റെ കൂടെ നിൽക്കുക, നിനക്ക് ഞാൻ നല്ലൊരു ശമ്പളം തരാം, നല്ല പ്രോഫിറ്റും തരാം. നിനക്ക് ഓണ സമയമൊക്കെ ആകുമ്പോൾ ആദ്യ സമയത്തൊക്കെ നല്ല സെയിൽ നടക്കുന്നൊരു സമയമാണ്. ആ സമയത്തൊക്കെ നിനക്ക് നല്ല ശമ്പളവും നല്ല കമ്മീഷനൊക്കെ ഞാൻ തരാമെന്ന് പറയും. ശരി, ഞാൻ അങ്ങോട്ട് പറയട്ടെ, നിങ്ങൾ എൻ്റെ സഹായമായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ തരുന്ന പണത്തിൻ്റെ ഡബിൾ ഞാൻ തരാം, നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റും തരാം. എന്താണ് നീ പറഞ്ഞത്? നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് കരുതിയപ്പോൾ നീ എന്നെ നിൻ്റെ ജോലിക്കാരിയാക്കാൻ ശ്രമിക്കുന്നു. അതെ, നിങ്ങളുടെ ജോലിക്കാരിയാവാൻ എനിക്കും താല്പര്യമില്ല, എൻ്റെ ജോലിക്കാരിയാവാൻ നിങ്ങൾക്ക് താല്പര്യം. നമുക്ക് 2 പേർക്കും നമ്മുടെ വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ രീതികളും. അപ്പം നമുക്ക് 2 പേരും നമ്മുടെ രീതിയിലേക്കും പോയാൽ പോരായോ? നിങ്ങളുടെ കീഴിൽ എന്തായാലും ഒരു ജോലിക്കാരിലേക്ക് എനിക്ക് താല്പര്യമില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ ചെറിയ വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ എന്നെ ഓർഡർ തരും, ഞാനത് ചെയ്തു കൊടുക്കും. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് നിങ്ങളുടെ വർക്കൊന്നും തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ബിസിനസ് പങ്കാളിത്തത്തിൻ്റെയും ഒരു കാര്യമില്ല. നിങ്ങൾ എന്നോട് വെറുതെ സംസാരിച്ച് വഴക്ക് കൂടണമെന്ന് പറയും. ഓഹോ, ഞാൻ ഇത്ര സ്നേഹമായി സംസാരിച്ചിട്ട് പോലും നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാണെന്ന് നോക്കും. എനിക്ക് നിങ്ങൾ വഴക്കണം താല്പര്യം, നിങ്ങളുടെ പൂപ്പെട്ടി തന്നെ ഞാൻ പോകുന്നുണ്ട്. രേവതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചി വീട്ടിലോട്ട് വരികയാണ്. സച്ചി അച്ഛാന്ന് പറഞ്ഞ് അലറി വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കും, എന്താടാ സച്ചി നീ ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുന്നത്? അച്ഛാ, അമ്മേ, ഒരു കാര്യമുണ്ടെന്ന് പറയും. ഈ പേപ്പറിലൊക്കെ ഒന്ന് ഒപ്പിട്ടേന്ന് പറയും. പേപ്പറിൽ എന്ത് പേപ്പറാണ്? ഇത് പാസ്പോർട്ടിനുള്ള പേപ്പറാന്ന് പറയും. പാസ്പോർട്ടോ? ആർക്ക്? നമ്മളെല്ലാവരും കൂടി ഒരു യാത്ര പോകാമെന്ന് പറയും. യാത്രയോ? എങ്ങോട്ട്? അങ്ങ് മലേഷ്യയിലേക്ക് എന്ന് കേൾക്കുന്നത് ശ്രുതി അവിടെ നിന്ന് ഞെട്ടുകയാണ്. കല്യാണം കഴിഞ്ഞ് ഇതുവരെയും എനിക്കും രേവതിക്ക് ഒരു ഹണിമൂൺ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു അവസരം കിട്ടിയതാണ്. ഇപ്പോൾ എനിക്ക് പറഞ്ഞ ആൾക്കാരൊക്കെ മലേഷ്യയിലുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഹണിമൂൺ പോവുകയാണ്. വർഷേ, ശ്രീകാന്തേ, നിങ്ങളും കൂടി പോരെ? ശ്രീകാന്ത്, നിനക്ക് പാസ്പോർട്ടുണ്ട്? എനിക്ക് പാസ്പോർട്ടൊന്നും ഇല്ല ഏട്ടാ. അപ്പോൾ നമ്മുടെ വർഷം എനിക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടെന്ന് പറയും. അവൻ ശ്രീകാന്ത് കൂടി എടുത്തപ്പോൾ അമ്മയ്ക്ക് അച്ഛനും എടുക്കണമെന്ന് പറയും. അത് നിങ്ങൾ ഹണിമൂൺ പോകുന്നതിന് ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കൂടെ വരുന്നത്? സ്വർഗ്ഗത്തിൽ കട്ടുമോ? നിങ്ങൾ പോയി സന്തോഷിച്ചിട്ടൊക്കെ വാ മക്കളെ എന്ന് പറയും. ഞങ്ങളുടെ കൂടെ സന്തോഷിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ ശ്രുതിയും വരുന്നുണ്ട്. ഇപ്പോൾ ശ്രുതിക്ക് പിന്നെ ഓൾറെഡി
പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അവിടെ ജനിച്ചുള്ള നാളല്ലേ, ശ്രുതിക്ക് കൂടി എടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ നമ്മളവിടെ പോകുന്നതിനൊക്കെ നല്ല എക്സ്പെൻസ് ആവത്തില്ലേ ശ്രുതിയേട്ടാന്ന് നമ്മുടെ വർഷം ചോദിക്കും. അതെന്തോ വലിയ എക്സ്പെൻസ്, നമ്മുടെ ടിക്കറ്റ് ചാർജ് മാത്രം വേണം, പിന്നെന്തുവാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മുടെ പൗഡർ ഇട്ടത്തില്ലെന്ന് ചോദിക്കും. അപ്പോൾ വർഷം എങ്ങനെ ഞെട്ടുകയാണ്. അത് എൻ്റെ അച്ഛൻ ജയിലിലല്ലയോ സച്ചി, ഈ സമയത്ത് അച്ഛൻ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്? ഓക്കെ, അച്ഛൻ ജയിലിൽ, പക്ഷേ നിങ്ങൾക്കവിടെ വീടും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇല്ലേ? ആ കേസൊക്കെ ആയതുകൊണ്ട് അത് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്ത് പറഞ്ഞാലും ഞങ്ങൾ മലേഷ്യയിലൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുക. ബാക്കി വേണ്ട സഹായങ്ങളൊക്കെ ഓർഡേഴ്സ് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ശ്രുതി സച്ചിയുടെ മുകളിൽ പെട്ട അവസ്ഥയിലാണ്. ഇനി മലേഷ്യയിലേക്ക് കൊണ്ടുപോകാതിരുന്നാലും പ്രശ്നമാണ്. ശ്രുതി പോലും ഇതുവരെ മലേഷ്യ കണ്ടിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും കൂടി മലേഷ്യയിലോട്ട് പോകുന്ന വലിയ ത്രില്ലിലാണ്. ചന്ദ്രമതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ത്രില്ലടിച്ച് നിൽക്കുകയാണ് മലേഷ്യയിലൂടെ പോകാൻ. ഒരുപാട് തവണ ശ്രുതിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടും ശ്രുതി അതിന് വില്ലിങ് ആയിട്ടില്ല. ഈ ഒരു തവണ എന്തായാലും സച്ചിയുടെ പ്ലാനിങ്ങിൽ ശ്രുതി വീഡിയോ തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥകളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.